അധ്യാപികമാർ ഉൾപ്പെട്ട വടകരയിലെ MDMA കേസിൽ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്ത്. ഒരു വർഷത്തിനിടെ മാത്രം പ്രതികളുടെ അക്കൗണ്ടിലൂടെ നടന്നത് 1 കോടിയിലധികം രൂപയുടെ ട്രാൻസാക്ഷനാണ്. 3 അധ്യാപികമാരും ലഹരി പാർട്ടി നടത്തിയെന്ന ഞെട്ടിപ്പിക്കുന്ന കണ്ടെത്തലും ഇതിലുണ്ട്. കേസിൽ കൂടുതൽ പേരുടെ അറസ്റ്റ് ഉണ്ടാകും. കണ്ണൂർ റേഞ്ച് IG K കാർത്തിക് ഇന്ന് വടകരയിലെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തും. എന്തായാലും അധ്യാപകർ MDMAയുമായി പിടിയിലായി അല്ലെങ്കിൽ MDMA കേസിൽ പിടിയിലായി എന്ന വാർത്ത കേരളം ഞെട്ടലോടെ തന്നെയാണ് കേട്ടത്. അതിലുപരി ഇപ്പോൾ അതിലും വലിയ വിവരങ്ങളാണ് പുറത്തേക്ക് വരുന്നത്. റിയാസ് കെമാർ ഉണ്ട് വിവരങ്ങളുമായി. റിയാസ്, എന്തായാലും അധ്യാപികമാർ അറസ്റ്റിലായ കേസിൽ ഇപ്പോൾ കൂടുതൽ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തേക്ക് വരുന്നത്. 1 വർഷത്തിനിടെ ഈ പ്രതികളുടെ അക്കൗണ്ടിൽ അടക്കം വന്നത് 1 കോടിയിലധികം രൂപ. കൂടാതെ തന്നെ ലഹരി പാർട്ടി അടക്കം നടത്തി എന്നൊരു തലത്തിലുള്ള വാർത്തകളെ പുറത്തേക്ക് വരുമ്പോൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ഈ ഏറ്റവും ഞെട്ടിക്കുന്ന വാർത്തകളാണ് പുറത്തു വരുന്നത്. കാരണം അധ്യാപികമാർ ലഹരി കേസിൽ പിടിയിലായി, MDMA പോലുള്ള ഒരു രാസലഹരിയുമായി ബന്ധപ്പെട്ട കേസിൽ പിടിയിലായി എന്നത് ഞെട്ടിക്കുന്ന വാർത്ത തന്നെയാണ്. അതിനേക്കാൾ ഞെട്ടിക്കുകയാണ് ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട തുടർ വാർത്തകൾ എന്നുള്ളതാണ്. ഈ അധ്യാപികമാർ 3 പേരും ലഹരി പാർട്ടി നടത്തിയിരുന്നു എന്നുള്ളതാണ്. കാരണം നാടിനെ നല്ല രീതിയിൽ നയിക്കാൻ ഉത്തരവാദിത്തപ്പെട്ട അധ്യാപികമാർ ലഹരി പാർട്ടി, അതും രാസലഹരി പാർട്ടി നടത്തിക്കൊണ്ട് കൂടുതൽ പേര് വഴിതെറ്റിക്കാനുള്ള ശ്രമം നടത്തിയെന്ന വിവരം പോലീസിൽ നിന്ന് പുറത്തു വരുന്നു. അതിനേക്കാൾ ഗൗരവകരമായ ഒരു കാര്യം, ഈ 5 പ്രതികൾ, അതായത് ഈ സംഭവത്തിൽ 3 അധ്യാപികമാർ ഉൾപ്പെടെ 5 പ്രതികളാണുള്ളത്. ആ 5 പ്രതികളുടെയും അക്കൗണ്ടിലൂടെ 1 കോടിയിലധികം രൂപയുടെ ട്രാൻസാക്ഷനുകൾ നടന്നു എന്നുള്ളതാണ്. 3 അധ്യാപികമാരുടെ അക്കൗണ്ടുകളിലൂടെ മാത്രം കഴിഞ്ഞ 6 മാസത്തിനിടെ 10 ലക്ഷത്തിലധികം രൂപയുടെ ട്രാൻസാക്ഷൻ നടന്നു എന്ന് പറയുമ്പോൾ അതിന്റെ വ്യാപ്തി, അതിന്റെ ഞെട്ടൽ ഇനിയും നമുക്ക് മാറാത്ത രീതിയിലേക്ക് പോകുന്നു എന്നതാണ്. അതിൽ ഈ മാസം 28 കഴിഞ്ഞ മാസം 28-ാം തീയതിയാണ് വടകര സ്വദേശിയായിട്ടുള്ള സഫ്വാൻ 2 ഗ്രാം MDMAയുമായി പിടിയിലാകുന്നത്. അതേ തുടർന്ന് വടകര പോലീസ് രജിസ്റ്റർ ചെയ്ത ഒരു കേസ്, അത് ഇൻസ്പെക്ടർ AV ദിനേശന്റെ നേതൃത്വത്തിൽ അതിന്റെ മുകളിലേക്ക് പോയ സമയത്താണ് ഇതിന്റെ ഈ സഫ്വാനുമായി സാമ്പത്തിക ഇടപാട് നടത്തിയവരെ കുറിച്ച് വിവരം ലഭിക്കുന്നത്. ലഹരി സാമ്പത്തിക ഇടപാടുകൾ. അങ്ങനെയാണ് അധ്യാപികയായിട്ടുള്ള KC കീർത്തന, പേരാമ്പ്ര മരുതങ്കര സ്വദേശിനിയായിട്ടുള്ള KC കീർത്തനയിലേക്ക് അന്വേഷണം എത്തുന്നത്. KC കീർത്തനയെ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്തപ്പോഴാണ് ഉറ്റ സുഹൃത്തായിട്ടുള്ള ഈ പേരാമ്പ്ര BRCയിലെ തന്നെ മറ്റൊരു അധ്യാപികയായിട്ടുള്ള കൂരാച്ചുണ്ട സ്വദേശിനി കാവ്യയിലേക്ക് ഈ അന്വേഷണം എത്തുന്നത്. 2 പേരെയും ചോദ്യം ചെയ്തപ്പോഴാണ് ഇതേ BRCയിലെ മറ്റൊരു അധ്യാപികയായ നീഷ്മ, അതായത് പേരാമ്പ്ര കുട്ടൂത്ത് സ്വദേശിനിയായിട്ടുള്ള നീഷ്മയിലേക്കും ഈ അന്വേഷണം എത്തുന്നതും ഇവരെ 3 പേരെയും അറസ്റ്റ് ചെയ്യുന്നത്. ഇവരും 3 പേരും പേരാമ്പ്ര BRCയിലെ താൽക്കാലിക അധ്യാപകരാണ്, ഒരേ സ്ഥലത്തെ താൽക്കാലിക അധ്യാപകരാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഇതേ 3 പേരുമാണ് ലഹരി പാർട്ടി നടത്തിയെന്ന ഞെട്ടിക്കുന്ന വിവരം പുറത്തു വരുന്നത്. ഇവരുടെയെല്ലാം തന്നെ ഒരു കൂട്ടാളി എന്ന് പറയുന്നത്, പ്രധാന കണ്ണി എന്ന് പറയുന്നത് ഡെലിവറി ബോയ് ആയിട്ടുള്ള കണ്ണൂർ ഇരിട്ടി സ്വദേശി ഫുഡ് ഡെലിവറി ബോയ് ആയിട്ടുള്ള ജിജിൻ കുര്യാക്കോസ് ആയിരുന്നു. ജിജിൻ കുര്യാക്കോസിനെയും ഇന്നലെ തന്നെ അറസ്റ്റ് ചെയ്യാൻ വടകര പോലീസിന് സാധിച്ചു. തുടർന്ന് ജിജിൻ കുര്യാക്കോസിന്റെ ബാങ്ക് അക്കൗണ്ടിന്റെ വിശദാംശങ്ങൾ പരിശോധിച്ചപ്പോഴാണ് 1 വർഷത്തിനിടെ 97 ലക്ഷം രൂപയുടെ ട്രാൻസാക്ഷൻ ജിജിൻ കുര്യാക്കോസിന്റെ അക്കൗണ്ടിലൂടെ മാത്രം നടന്നിരിക്കുന്നു. 3 അധ്യാപികമാരുടെ അക്കൗണ്ടിൽ 6 മാസത്തിനിടെ മാത്രം 10 ലക്ഷത്തിലധികം രൂപയുടെ ട്രാൻസാക്ഷൻ നടന്നിരിക്കുന്നു. അങ്ങനെ 1 കോടിയിലേറെ രൂപയുടെ ട്രാൻസാക്ഷനുകളാണ് 3 പ്രതികളുടെയും ഈ ഒരു 5 പ്രതികളിൽ 4 പ്രതികളുടെയും, അതായത് പ്രധാനപ്പെട്ട കണ്ണി ജിജിൻ കുര്യാക്കോസ്, ഒപ്പം തന്നെ ഈ 3 അധ്യാപികമാർ, ഇവർ ലഹരി ഉപയോഗിക്കുക, രാസലഹരി, അതായത് കേവലം ഒരു ലഹരിപ്പണം കൈപ്പറ്റുക മാത്രമല്ല ചെയ്തത്, ഇവർ ലഹരി ഉപയോഗിക്കുകയും ചെയ്തു. കൂടാതെ അന്തർ സംസ്ഥാന ലഹരി മാഫിയയുമായി ഇവർക്ക് ബന്ധമുണ്ട് എന്നാണ് പറയുന്നത്. ഇൻസ്റ്റാഗ്രാമിലൂടെ പരിചയപ്പെട്ട് മാംഗ്ലൂരിലും ഹൈദരാബാദിലുമുള്ള ആളുകളെ, ഇതിന്റെ ലഹരി ഉപഭോക്താക്കളെ കണ്ടെത്തി അവർക്ക് ചില്ലറയായും മൊത്തമായും വിൽപ്പന നടത്തിയിരുന്നവരാണ് ഈ അധ്യാപികമാർ അടക്കമുള്ള
പ്രതികൾ എന്ന് പറയുമ്പോൾ അതിന്റെ വ്യാപ്തി ഏറെയാണ്, അത് ഏറെ ഞെട്ടിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ മാത്രമല്ല ഇതിൽ കൂടുതൽ പേർ ഇനിയും അറസ്റ്റിലാകാനുണ്ട് എന്ന് പോലീസ് പറയുകയാണ്. ഇതിന്റെ ഒരു വ്യാപ്തി, ആഴം എത്രമാത്രം വലുതാണ് എന്ന് തെളിയിക്കുന്നതാണ് പോലീസിന്റെ വാക്കുകൾ എന്നതാണ്. മാത്രമല്ല പിടിയിലായ അധ്യാപികമാർക്ക്, അതിൽ തന്നെ കീർത്തന നേരത്തെ സൂംബ ട്രെയിനർ ആയിരുന്നു. അവർ നേരത്തെ സൂംബ ട്രെയിനിങ് നടത്തിയ സ്ഥാപനം അവിടെ മദ്യക്കുപ്പികൾ കണ്ടെത്തിയതിനെ തുടർന്ന് അടച്ചുപൂട്ടുകയായിരുന്നു എന്ന് നാട്ടുകാർ ഇപ്പോൾ പറയുന്നുണ്ട്. അത് സംബന്ധിച്ച് പോലീസ് അന്വേഷിക്കുന്നുണ്ട്. മാത്രമല്ല ഈ കീർത്തനയ്ക്ക് ഒരു ബൺമസ്ക കടയുണ്ടായിരുന്നു. അവിടെ രാത്രികാലങ്ങളിലാണ് യുവാക്കളുടെ കൂടുതൽ തിരക്ക് ഉണ്ടായിരുന്നത് എന്ന് ഇപ്പോൾ നാട്ടുകാർ പറയുന്നു. അതിന് പിന്നിൽ ലഹരി ഇടപാടായിരുന്നു എന്ന സംശയം നാട്ടുകാർ പ്രകടിപ്പിക്കുന്നുണ്ട്. അത് സംബന്ധിച്ച് പോലീസ് വിശദമായി അന്വേഷണം നടത്തുന്നുണ്ട്. ഈ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇത് പോലീസിന്റെ ആഭ്യന്തര വകുപ്പിന്റെ ഉന്നത തലങ്ങളിലേക്ക് കൂടി ഇതിന്റെ ഒരു ഗൗരവം ഏറ്റെടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. ഇന്ന് കണ്ണൂർ റേഞ്ച് IG, ഉത്തരമേഖല IG ആയിട്ടുള്ള കെ കാർത്തിക് വടകരയിലെത്തി സംഭവത്തിന്റെ സ്ഥിതിഗതികൾ വിലയിരുത്തും. 1 മണിയോടുകൂടി റേഞ്ച് IG വടകരയിൽ മാധ്യമങ്ങളെ കാണും. ഇതിന്റെ തുടർന്നുള്ള പ്രവർത്തനങ്ങൾ എന്താണ് എന്ന് വിശദീകരിക്കും. ഈ 3 പ്രതികളെയും, ക്ഷമിക്കണം, 3 അധ്യാപികമാരെയും 3 പ്രതികളായ 3 അധ്യാപികമാരെയും ഒപ്പം തന്നെ ഇന്നലെ അറസ്റ്റിലായ ഡെലിവറി ബോയ് ജിജിൻ കുര്യാക്കോസ് അടക്കമുള്ളവരെയും വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങി ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യാനാണ് പോലീസിന്റെ നീക്കം. പ്രാഥമിക ഘട്ട ചോദ്യം ചെയ്യലിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ പ്രാഥമിക ഘട്ട ചോദ്യം ചെയ്യലിൽ അധ്യാപികമാർ ആരും തന്നെ ഇതിന്റെ മുകളിലേക്കുള്ള കണ്ണികളെ കുറിച്ച് വ്യക്തമാക്കാൻ തയ്യാറായിട്ടില്ല എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അത് പോലീസിനെ സംബന്ധിച്ച് അന്വേഷണത്തിൽ വലിയ വെല്ലുവിളിയാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ ഒരു ശക്തമായ അന്വേഷണത്തിലേക്കാണ് പോലീസിന്റെ പ്രത്യേക അന്വേഷണ സംഘം നീങ്ങാൻ പോകുന്നത്. ശരി, റിയാസ് KM ആണ് വിവരങ്ങൾ നൽകിയത്.